ഹലോ, എല്ലാവർക്കും LLB ജംഗ്ഷന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മീൻ പ്രോഫിറ്റ് അണ്ടർ സെക്ഷൻ 2 ക്ലോസ് 12 ഓഫ് സിവിൽ പ്രൊസീജിയർ കോഡ് 1908നെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് വൈകിക്കാണ്ട് ടോപ്പിക്കിലോട്ട് പോവാം. സെക്ഷൻ 2 ക്ലോസ് 12 ഓഫ് സിവിൽ പ്രൊസീജിയർ കോഡാണ് മീൻ പ്രോഫിറ്റിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു സ്വത്ത് തെറ്റായി കൈവശം വെച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് ആക്ച്വലി ആ പ്രോപ്പർട്ടിയുടെ മുകളിൽ നിന്ന് റിസീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള പ്രോഫിറ്റ്, അതല്ലെങ്കിൽ അയാൾ ഒരു പ്രൂഡന്റ് മാനെ പോലെ ബിഹേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അയാൾ ഓർഡിനറി ഡിലിജൻസിൽ പ്രവർത്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ പ്രോപ്പർട്ടിയുടെ മുകളിൽ നിന്ന് റിസീവ് ചെയ്യേണ്ടതായിരുന്നിട്ടുള്ള പ്രോഫിറ്റ് പ്ലസ് ആ പ്രോഫിറ്റിന്റെ മുകളിലുള്ള പലിശ, ഇതിനെയൊക്കെയാണ് മീൻ പ്രോഫിറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള മീൻ പ്രോഫിറ്റിൽ ഉൾപ്പെടാത്ത ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ആ റോങ്ഫുൾ പൊസഷനിൽ വെച്ചിട്ടുള്ള പേഴ്സൺ അങ്ങനെയുള്ള പ്രോപ്പർട്ടിയുടെ മുകളിൽ കുറച്ച് ഇംപ്രൂവ്മെന്റ്സ് നടത്തി ആ ഇംപ്രൂവ്മെന്റ്സ് വഴി അയാൾക്ക് കുറച്ച് പ്രോഫിറ്റ് നേടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ നമ്മൾ മീൻ പ്രോഫിറ്റ് ആയിട്ട് കണക്കാക്കില്ല. ഞാൻ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയാണ്. ഒരു വ്യക്തി റോങ്ഫുള്ളി ഒരു പ്രോപ്പർട്ടി പൊസസ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി അയാൾക്ക് ആ പ്രോപ്പർട്ടി പൊസസ് ചെയ്യാനുള്ള അധികാരമില്ല, എന്നിട്ടും അയാൾ അങ്ങനെ ഒരു പ്രോപ്പർട്ടി കൈവശം വെച്ചിരുന്നു. ആൻഡ് ആ ഒരു പെർട്ടിക്കുലർ പ്രോപ്പർട്ടി കൈവശം വെച്ചത് മൂലം അയാൾക്ക് കുറേ ലാഭങ്ങൾ നേടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ആ പ്രോപ്പർട്ടിയുടെ മുകളിൽ നിന്ന് അയാൾക്ക് കുറേ ലാഭങ്ങൾ നേടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് അങ്ങനെ അയാൾ നേടിയെടുത്തിട്ടുള്ള ലാഭങ്ങളെയാണ് നമ്മൾ മീൻ പ്രോഫിറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബട്ട് ആ മീൻ പ്രോഫിറ്റിൽ ഉൾപ്പെടാത്ത കാര്യമാണ് അയാൾ ആ പ്രോപ്പർട്ടിയിൽ കുറച്ച് മാറ്റങ്ങളോ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റുകളോ ഒക്കെ വരുത്തിയിട്ട് അയാൾക്ക് ആ ഇംപ്രൂവ്മെന്റ് വഴി നേടാൻ കഴിഞ്ഞിട്ടുള്ള പ്രോഫിറ്റ്സിനെ നമ്മൾ ഈ മീൻ പ്രോഫിറ്റ് ആയിട്ട് കണക്കാക്കില്ല. ഇതാണ് മീൻ പ്രോഫിറ്റിന്റെ ഒരു റോ രൂപം. ഞാനൊരു എക്സാമ്പിൾ പറയാം. എ എന്നുള്ളൊരു പേഴ്സൺ ഉണ്ടായിരുന്നു. ആ പേഴ്സണ് ഒരു വീടും ഉണ്ടായിരുന്നു. ബി എന്നുള്ള ഒരാൾ എന്ത് ചെയ്യാണ്, പറയാണ് ആ ഹൗസ് എൻ്റെ ആണ്, അതുകൊണ്ട് തന്നെ അതിലെ വാടകക്കാർ എനിക്കാണ് വാടക തരേണ്ടത് എന്നുള്ളത്. ആക്ച്വലി ആ വാടക അവകാശപ്പെട്ടിട്ടുള്ളത് ആർക്കാണ്? എ എന്നുള്ള ഒരു വ്യക്തിക്കാണ്. എന്നിട്ടും ബി എന്ത് ചെയ്യാണ്, ആ എയുടെ ഹൗസിന്റെ മുകളിലുള്ള റെന്റ് ക്ലെയിം ചെയ്യുകയാണ്. ഇവിടെ ബി നേടിയെടുത്തിട്ടുള്ള വാടകകളെയൊക്കെ സൂചിപ്പിക്കുന്ന പേരാണ് നമ്മൾ മീൻ പ്രോഫിറ്റ് എന്നുള്ളത്. ബട്ട് സപ്പോസ് ആ വീടിന്റെ അടുത്ത് ബി എന്ത് ചെയ്യാണ്, ഒരു കിണർ കുഴിച്ചു, എന്നിട്ട് ആ കിണറിലെ വെള്ളം അയാൾ പുറത്തോട്ട് വിൽക്കുകയാണ്. ആൻഡ് ആ വെള്ളം വിറ്റത് വഴി ബിക്ക് ഒരുപാട് പൈസ നേടാൻ കഴിഞ്ഞു. ബട്ട് ആ എമൗണ്ടിനെ നമ്മൾ മീൻ പ്രോഫിറ്റ് ആയിട്ട് കണക്കാക്കില്ല. അതായത് ആസ് പെർ സെക്ഷൻ അയാൾ ആ പ്രോപ്പർട്ടിയുടെ മുകളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇംപ്രൂവ്മെന്റ് വഴി നേടിയെടുത്തിട്ടുള്ള പ്രോഫിറ്റ്സിനെ നമ്മൾ മീൻ പ്രോഫിറ്റ് ആയിട്ട് കണക്കാക്കില്ല. So simply പറയുകയാണെന്നുണ്ടെങ്കിൽ the term mean profits relate to the damages or compensation recoverable from a person who has been in wrongful possession of immovable property. ഒരു സ്ഥാവര വസ്തുക്കൾ അതല്ലെങ്കിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി തെറ്റായ രീതിയിൽ അല്ലെങ്കിൽ അന്യായമായി കൈവശം വെച്ചിട്ടുള്ള ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്യുന്ന അല്ലെങ്കിൽ വീണ്ടെടുക്കുന്ന നഷ്ടപരിഹാരത്തിനെയാണ് നമ്മൾ മീൻ പ്രോഫിറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ സിംപ്ലി മീൻ പ്രോഫിറ്റിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ആണ് ഞാൻ തന്നിട്ടുള്ളത്. അതായത് ഒരു പ്രോപ്പർട്ടി റോങ്ഫുള്ളി പൊസഷനിൽ വെക്കുകയാണ് ഒരു വ്യക്തി, ആൻഡ് ആ പ്രോപ്പർട്ടിയുടെ മുകളിൽ നിന്ന് അയാൾ കുറച്ച് പ്രോഫിറ്റ്സ് നേടിയെടുക്കുകയാണ്. ആ പ്രോഫിറ്റിനെ, അതായത് അയാൾ റോങ്ഫുള്ളി നേടിയെടുത്തിട്ടുള്ള ആ പ്രോഫിറ്റിനെ പറയുന്ന പേരാണ് മീൻ പ്രോഫിറ്റ്. ബട്ട് ഈ മീൻ പ്രോഫിറ്റിൽ ഉൾപ്പെടാത്ത കാര്യമാണ് അയാൾ ഉണ്ടാക്കിയിട്ടുള്ള ഇംപ്രൂവ്മെന്റ് വഴി അയാൾ നേടിയെടുത്തിട്ടുള്ള പ്രോഫിറ്റ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഒരു പേഴ്സണ് ഒരു പ്രോപ്പർട്ടിയുടെ മുകളിൽ പൊസഷനുള്ള റൈറ്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. ആൻഡ് ആ ഒരു റൈറ്റ് വേറെ ഏതെങ്കിലും വ്യക്തി ഡിപ്രൈവ് ചെയ്യുകയാണ്. അതായത് എനിക്ക് എൻ്റെ പ്രോപ്പർട്ടി പൊസസ് ചെയ്യാനുള്ള ആ ഒരു പെർട്ടിക്കുലർ റൈറ്റ് വേറെ ഏതെങ്കിലും വ്യക്തി വന്നിട്ട് ഹിൻഡർ ചെയ്യുകയാണ് അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുകയാണ് എന്നുണ്ടെങ്കിൽ
എനിക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ള റെമഡി എന്ന് പറയുന്നത് ആ പ്രോപ്പർട്ടി തിരിച്ചു വാങ്ങുക എന്നുള്ളത് മാത്രമല്ല, നേരെ മറിച്ച് അയാൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള എല്ലാ മീൻ പ്രോഫിറ്റും തിരിച്ചു വാങ്ങുക എന്നുള്ളതും കൂടിയാണ്. സോ മീൻ പ്രോഫിറ്റ് എന്താണെന്ന് അറിഞ്ഞാലാണല്ലോ നമുക്ക് മീൻ പ്രോഫിറ്റ് കൂടി തിരിച്ചെടുക്കാമെന്ന് പറയുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ ഈ മീൻ പ്രോഫിറ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഒരു വ്യക്തിക്ക് ഒരു പ്രോപ്പർട്ടിയുടെ മുകളിൽ പൊസഷനുള്ള റൈറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ പേഴ്സണ് എന്തായാലും ആ ഒരു പെർട്ടിക്കുലർ റൈറ്റ് എൻജോയ് ചെയ്യാൻ സമ്മതിക്കണം. ആൻഡ് വേറെ ഏതെങ്കിലും ഒരു വ്യക്തി ആ റൈറ്റിന് തടസ്സമിടുകയാണ് എന്നുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ പേഴ്സന്റെ കയ്യിൽ നിന്ന് പ്രോപ്പർട്ടി തിരിച്ചു വാങ്ങുക എന്നുള്ളത് മാത്രമല്ല, അയാൾ ആ പ്രോപ്പർട്ടിയുടെ മുകളിൽ നിന്ന് നേടിയെടുത്തിട്ടുള്ള മീൻ പ്രോഫിറ്റും കൂടി നമുക്ക് തിരിച്ചു വാങ്ങാനുള്ള അധികാരമുണ്ട് എന്നാണ് ചുരുക്കി പറയുന്നത്. ഇനി നമുക്ക് രണ്ട് കേസ് ലോസിനെ കുറിച്ച് നോക്കാം. ആദ്യമായിട്ട് എൻ ദാസ്ജി വേഴ്സസ് തിരുപ്പതി ദേവസ്ഥാനം. Honorable Supreme Court observed that under Section 2(12) of Civil Procedure Code, which contains the definition of mean profits, interest is an integral part of mean profit and has therefore to be allowed in computation of mean profit itself. That proceeds on the theory that the person in wrongful possession appropriating income from the property himself gets the benefit of the interest on such income. സോ എൻ ദാസി വേഴ്സസ് തിരുപ്പതി ദേവസ്ഥാനം എന്നുള്ള കേസിൽ നമ്മുടെ ഹോണറബിൾ സുപ്രീം കോർട്ട് പറഞ്ഞിട്ടുള്ളത് എന്തായിരുന്നു എന്ന് വെച്ചാൽ, നമ്മൾ മീൻ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ആ പ്രോപ്പർട്ടിയുടെ മുകളിൽ നിന്ന് അയാൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പ്രോഫിറ്റിന്റെ ഇൻട്രസ്റ്റും കൂടി ഉൾപ്പെടുത്തും എന്നുള്ളതാണ്. അതായത് മീൻ പ്രോഫിറ്റ് കൊടുക്കാൻ കോടതി ഉത്തരവിടുന്ന സമയത്ത് അയാൾ ആ റോങ്ഫുള്ളി പൊസസ് ചെയ്തിട്ടുള്ള വ്യക്തി ജസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റ്സിനെ മാത്രമല്ല കാൽക്കുലേറ്റ് ചെയ്യുക, നേരെ മറിച്ച് അതിന്റെ കൂടെയുള്ള പലിശയും കൂടി ആഡ് ചെയ്തിട്ടാണ് മീൻ പ്രോഫിറ്റ് ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അടുത്തതായിട്ട് ലതാ പ്രസാദ് വേഴ്സസ് ശ്രീ ഗണേഷ് ജി. Honorable Allahabad High Court held that the term mean profit also includes interest on the profits earned by the unlawful possessor of the property, and where the decree of granting mean profits say nothing about interest, the decree holder can claim that the decree of mean profits include interest. So ഈ കേസിലും ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. മീൻ പ്രോഫിറ്റ് എന്ന് പറയുന്ന സമയത്ത് അവിടെ ജസ്റ്റ് നമ്മുടെ അൺലോഫുൾ പൊസസർ ഉണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റ് മാത്രമല്ല ഇൻക്ലൂഡ് ചെയ്യുന്നത്, നേരെ മറിച്ച് ആ പ്രോഫിറ്റിന്റെ മുകളിലുള്ള പലിശയും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഇപ്പൊ കോടതി കൊടുത്തിട്ടുള്ള ഡിഗ്രിയിൽ ഇപ്പോ ഇൻട്രസ്റ്റിനെ കുറിച്ചിട്ടൊന്നും പ്രതിപാദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിഗ്രി ഹോൾഡർക്ക് പറയാം, അല്ലെങ്കിൽ ഡിഗ്രി ഹോൾഡർക്ക് ഇൻട്രസ്റ്റും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രോഫിറ്റ് ആണ് വേണ്ടത് എന്ന് ക്ലെയിം ചെയ്യാവുന്നതാണ് എന്നാണ് ലതാ പ്രസാദ് വേഴ്സസ് ശ്രീ ഗണേഷ് ജിയിലും പറഞ്ഞിട്ടുള്ളത്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ മീൻ പ്രോഫിറ്റിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.